Hello everyone, welcome back to the third chapter of plus 2 chemistry, that is electrochemistry. Electrochemistry എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെമിസ്ട്രീൻ്റെ ഒരു ബ്രാഞ്ച് തന്നെയാണ്. ഇത് പ്രതിപാദിക്കുന്നത് ഇലക്ട്രിക്കൽ എനർജിയും കെമിക്കൽ എനർജിയും തമ്മിലുള്ള ബന്ധം, അവരുടെ ഇൻ്റർ കൺവേർഷൻ. അപ്പോൾ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ electrochemistry is the branch of chemistry deals with the study of electrical energy and chemical energy and their interconversion. ഇലക്ട്രിക്കൽ എനർജീനെ കുറിച്ചും കെമിക്കൽ എനർജീനെ കുറിച്ചും അതിൻ്റെ ഇൻ്റർ കൺവേർഷൻസിനെ കുറിച്ചും പറയുന്ന ഒരു കെമിസ്ട്രിയുടെ ഒരു ശാഖയാണ് ഇലക്ട്രോകെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ എക്സാമിന് മാർക്ക് വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്ററാണ്. മറ്റുള്ള ചാപ്റ്ററുകളെ അപേക്ഷിച്ചിട്ട് ഇത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ്, പക്ഷേ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ വളരെ എളുപ്പമാണ്. ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണത് നമ്മൾ +1 കെമിസ്ട്രിയിൽ നിങ്ങൾ റിഡോക്സ് റിയാക്ഷൻ എന്നുള്ളൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും. അത് എവിടെ പറഞ്ഞു നിർത്തി അവിടെ നിന്നാണ് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണത്. അത് നിങ്ങൾക്കറിയാം. ഡാനിയൽ സെല്ല് എന്ന് പറഞ്ഞ കുറിച്ചിട്ട് ഒരു കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നു, ഡാനിയൽ സെല്ലിനെ കുറിച്ചിട്ട്. ആ ഡാനിയൽ സെല്ലുമെന്നാണ് നമ്മളിവിടെ ഈ ഇലക്ട്രോകെമിസ്ട്രി എന്നുള്ള ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണത്. നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ് ഇലക്ട്രോകെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻ, അതുപോലെ ഫിസിക്സുമായിട്ട് നല്ല റിലേറ്റഡ് ആണ്. ഇപ്പോൾ ഡെയിലി ലൈഫിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററി, ടോർച്ചിലും ടോയ്സിലും അതുപോലെ മൊബൈലിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററീസ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതൊക്കെ എന്താണ്, ഈ ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ളതിൻ്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന സംഭവങ്ങളാണ്, ആപ്ലിക്കേഷനാണ് അതിൻ്റെ. അപ്പോൾ മൊബൈൽ ബാറ്ററി എന്താണെന്നുള്ളത് അറിയോ? ലിഥിയം അയൺ ബാറ്ററിയാണ് മൊബൈൽ ബാറ്ററി. നമ്മുടെ ഇൻവേർട്ടിലുള്ള ബാറ്ററി വേറൊരു ടൈപ്പ് ബാറ്ററി, ടോയ്സിലുള്ള ബാറ്ററി, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ഒരു ഭാഗമാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ ഇലക്ട്രോ കെമിസ്ട്രീൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് തരാം. ആദ്യം മുതൽ തന്നെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിച്ചു പോവുക. ഞാൻ പറഞ്ഞു ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഇലക്ട്രിക്കൽ എനർജി ആൻഡ് കെമിക്കൽ എനർജി ആൻഡ് ദെയർ ഇൻ്റർ കൺവേർഷൻ എന്ന് പറഞ്ഞു. ഇലക്ട്രിക്കൽ എനർജീനെ കുറിച്ചും കെമിക്കൽ എനർജീനെ കുറിച്ചുള്ള പഠനവും അതുപോലെ അവർ തമ്മിലുള്ള ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയി മാറുന്നതും കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയി മാറുന്നതിനെയും കുറിച്ചുള്ളൊരു ശാഖയാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഇനി ഈ രണ്ട് കൺവേർഷൻ പറഞ്ഞില്ലേ, ഈ രണ്ട് കൺവേർഷനും നടക്കുന്നത് രണ്ട് ടൈപ്പ് സെല്ലുകളിൽ വെച്ചിട്ടാണ്. അതായത് ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയി മാറുന്ന ആ ഡിവൈസ് അല്ലെങ്കിൽ ആ സെല്ലിനെ വിളിക്കുന്ന പേര് ഇലക്ട്രോലിറ്റിക് സെൽ എന്നാണ്. കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഡിവൈസിൻ്റെ പേര് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്നാണ്. അപ്പോൾ ഞാൻ ഇതിൽ നിങ്ങൾ നോട്ട് എഴുതിയെടുക്കണം. ഇവിടെ ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് എ ഡിവൈസ് വിച്ച് ക്യാൻ കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി. ഇലക്ട്രോ കെമിക്കൽ സെൽ ദിസ് ഡിവൈസ് ക്യാൻ കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഇങ്ങനെ രണ്ട് ടൈപ്പ് സെല്ലുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മൊത്തത്തിൽ പഠിക്കുന്നത്. ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്, ഇലക്ട്രോലിറ്റിക് സെല്ലിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ കുറിച്ച് പഠിക്കാം. ഇപ്പോൾ പറഞ്ഞല്ലോ ഇലക്ട്രോ കെമിക്കൽ സെൽ ആൻഡ് ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറഞ്ഞത്. ഇലക്ട്രോ കെമിക്കൽ സെല്ലിന് വേറെ രീതിയിൽ കൂടി ഡെഫിനിഷൻ പറയാം. ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്പോണ്ടാനിയസ് റിയാക്ഷൻ. സ്പോണ്ടാനിയസ് റിയാക്ഷൻ വഴി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക, അതായത് കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുക. ഇലക്ട്രോ കെമിക്കൽ സെല്ലിന് തന്നെ വേറൊരു പേര് പറയും, ഗാൽവാനിക് സെൽ എന്ന് പറയും, അല്ലെങ്കിൽ വോൾട്ടൈക് സെൽ എന്ന് പറയും. ഇലക്ട്രോലിറ്റിക് സെല്ലിനെ ഡെഫിനിഷൻ വേറെ രീതിയിലും പറയാം. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ക്യാരി ഔട്ട് നോൺ സ്പോണ്ടാനിയസ് റിയാക്ഷൻ യൂസിങ് ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് നോൺ സ്പോണ്ടാനിയസ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവുന്നു എന്നുള്ളത്. ഇപ്പോൾ ഇലക്ട്രോലിറ്റിക് സെല്ലിൽ നമ്മൾ പുറത്തുനിന്ന് ഒരു ഇലക്ട്രിസിറ്റി കൊടുത്തിട്ടാണ് കെമിക്കൽ റിയാക്ഷന് ഉണ്ടാവുന്നത്. ഓക്കെ,
അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഇലക്ട്രോ കെമിക്കൽ സെല്ല് അല്ലെങ്കിൽ ഗാൽവാനിക് സെല്ല് അല്ലെങ്കിൽ വോൾട്ടൈക് സെല്ല്. ഇതിൻ്റെ ഒരു വെൽ നോൺ എക്സാമ്പിളാണ് ഡാനിയൽ സെല്ല്. അപ്പോൾ ഈ ഡാനിയൽ സെല്ലിനെ കുറിച്ചാണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡാനിയൽ സെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എക്സാമ്പിൾ ഫോർ വോൾട്ടൈക് സെല്ല് അല്ലെങ്കിൽ ഗാൽവാനിക് സെല്ല്. അതായത് ആക്ച്വലി ഇതെന്താണ്, ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്. എന്താണ് ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ നടക്കുന്നത്? കെമിക്കൽ എനർജി കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ ഡാനിയൽ സെൽ ഈസ് എ സെൽ ദാറ്റ് കൺവേർട്ട് കെമിക്കൽ എനർജി liberated during the redox reaction to electrical energy and has a electrical potential. എന്ന് പറഞ്ഞാൽ ഡാനിയൽ സെൽ എന്താ നടക്കുന്നത്? റിഡോക്സ് റിയാക്ഷൻ, ദാറ്റ് ഈസ് കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന കെമിക്കൽ എനർജീനെ എന്താക്കി മാറ്റുകയാണ്? ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുകയാണ്. അതിനൊരു ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലും ഉണ്ട്. അപ്പോൾ എന്താണ് റിഡോക്സ് റിയാക്ഷൻ? റിഡോക്സ് റിയാക്ഷൻ നിങ്ങൾക്ക് അറിയാം, നമ്മൾ +1 എന്ന് പഠിച്ചതാണ്. പല രീതിയിലുള്ള ഡെഫിനിഷൻസ് റിഡോക്സ് റിയാക്ഷന് പഠിച്ചതാണ്. എന്താണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഓക്സിഡേഷനും റിഡക്ഷനും സൈമിൾട്ടാനിയസ് ആയിട്ട് നടക്കുകയാണെങ്കിൽ അതിനെ എന്തെന്ന് പറയും? റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയും. ഈ ഓക്സിഡേഷൻ്റെയും റിഡക്ഷൻ്റെയും പല ടേമിലുള്ള ഡെഫിനിഷൻസും നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു റിഡോക്സ് റിയാക്ഷൻ്റെ ഫലമായിട്ട്, അതായത് ഈ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞത് ഒരു കെമിക്കൽ റിയാക്ഷനാണ്. കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് കെമിക്കൽ എനർജി ഉണ്ടാവും. ഈ കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കുന്ന സെല്ലാണ് ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. നമ്മളതിൻ്റെ പിക്ചർ വെച്ചിട്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയൊക്കെയാണ് ഡാനിയൽ സെല്ലിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന്. ഡാനിയൽ സെല്ലിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഡാനിയൽ സെല്ല് നോക്ക് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് നോക്കാം. ഇപ്പോൾ 2 ബീക്കർ നിങ്ങൾ ആ പിക്ചറിൽ കാണുന്നുണ്ട്. 2 ബീക്കറിൽ ഒന്നാമത്തെ ബീക്കറിൽ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനാണ് എടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ് എടുത്തിട്ടുള്ളത്. ഓൾറെഡി നിങ്ങൾ +1 ഈ ഡാനിയൽ സെല്ലിനെ കുറിച്ച് പഠിച്ചതാണ്. അപ്പോൾ ആ ഓർമ്മ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ബീക്കറിൽ സിങ്ക് സൾഫേറ്റും രണ്ടാമത്തെ ബീക്കറിൽ കോപ്പർ സൾഫേറ്റും എടുത്ത് ഇതിലെ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ വെച്ച ബീക്കറിൽ ഒരു സിങ്ക് റോഡ് ഫോമിലുള്ള ഒരു സിങ്ക് മെറ്റൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മുക്കി വെച്ചിട്ടുണ്ട്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലോ കോപ്പർ റോഡ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ 2 റോഡുകളെ തമ്മിൽ ഒരു വയറ് കൊണ്ട്, ഒരു മെറ്റാലിക് വയറ് കൊണ്ട് കണക്റ്റ് ചെയ്യിച്ചിട്ടുണ്ട്. പിക്ചറിലോട്ട് നോക്കുക കേട്ടോ. 2 റോഡുകളെ മെറ്റാലിക് വയറ് കൊണ്ട് കണക്റ്റ് ചെയ്യിച്ചിട്ടുണ്ട്. ആ മെറ്റാലിക് വയറിൽ ഒരു വോൾട്ടിമീറ്ററും ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് പറഞ്ഞത്. സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആൻഡ് കോപ്പർ റോഡ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആൻഡ് 2 റോഡ്സ് ആർ കണക്റ്റഡ് ബൈ എ മെറ്റാലിക് വയർ ത്രൂ എ വോൾട്ട്മീറ്റർ. ഓക്കെ, ഇനി ഈ 2 സൊല്യൂഷൻ്റെ തമ്മിൽ ഒരു യു ഷേപ്പ്ഡ് ട്യൂബ് കണ്ടോ? ഒരു യു ഷേപ്പ് ട്യൂബ് കണ്ടോ? ഇതിനെ വിളിക്കുന്ന പേരാണ് സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞത്. ഈ സാൾട്ട് ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇപ്പോൾ KCl എന്നവിടെ എഴുതിയിട്ടുണ്ട്. പൊട്ടാഷ്യം ക്ലോറൈഡോ അല്ലെങ്കിൽ പൊട്ടാഷ്യം നൈട്രേറ്റോ അമോണിയം ക്ലോറൈഡോ അമോണിയം നൈട്രേറ്റോ സോഡിയം നൈട്രേറ്റോ പോലുള്ള ഇനേർട്ട് ഇലക്ട്രോലൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കെമിക്കൽ റിയാക്ഷനിലൊന്നും പങ്കെടുക്കാത്ത ഇങ്ങനത്തെ ഇലക്ട്രോലൈറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്. സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റിൽ, കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റിൽ, 2 റോഡുകൾ തമ്മിൽ ഒരു മെറ്റാലിക് വയറും ഒരു വോൾട്ട് മീറ്ററും വെച്ചിട്ട് 2 സൊല്യൂഷൻ തമ്മിൽ ഒരു സോൾട്ട് ബ്രിഡ്ജിറ്റ് കണക്റ്റ് ചെയ്യിച്ചിട്ടുണ്ട്. ഇവിടെ റിയാക്ഷൻസ് എങ്ങനെയൊക്കെയാണ് നടക്കുക എന്നുള്ളത്, അതിൽ ഒരു സൈഡിലൊരു സംഭവം കൂടി നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടാവും. സിങ്ക് റോഡിൻ്റെ ഭാഗത്ത് ഓക്സിഡേഷനാണ് നടക്കുക, കോപ്പർ റോഡിൻ്റെ ഭാഗത്ത് റിഡക്ഷനാണ് നടക്കുക. ആ ഓക്സിഡേഷൻ നടക്കുന്ന ആളെ ആ ഇലക്ട്രോഡിനെ ആനോഡ് എന്നും റിഡക്ഷൻ നടക്കുന്ന ഇലക്ട്രോഡിനെ കാഥോഡ് എന്നും പറയുക എന്നുള്ളത് ആ പിക്ചറിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നമുക്കിതിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എങ്ങനെയൊക്കെയാണ് റിയാക്ഷൻ എന്നുള്ളത്. അപ്പോൾ ഇത് ഡാനിയൽ സെല്ലിൻ്റെ ഒരു പിക്ചറാണ് ഇപ്പോൾ ഈ പറഞ്ഞു തന്നത്. ഇത് അതിൻ്റെ റിയാക്ഷൻ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം. ഡാനിയൽ സെല്ലിൻ്റെ റിയാക്ഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഡാനിയൽ സെല്ലിൻ്റെ പിക്ചർ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡാനിയൽ സെല്ലിൻ്റെ
പിക്ചറിൽ നോക്കി നോക്ക്. ആദ്യത്തെ ആ ബീക്കറിലുള്ള റിയാക്ഷൻസ് എങ്ങനെയാണ് നടക്കുക നോക്കുക. ഇങ്ങനൊരു സെറ്റപ്പ് ആക്കി വെച്ചാൽ തന്നെ അവിടെ എന്ത് നടക്കും? സ്പോണ്ടാനിയസ് ആയിട്ട് റിയാക്ഷൻ നടക്കും. എന്താ സ്പോണ്ടാനിയസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആരും ഹെൽപ്പ് ഇല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് റിയാക്ഷൻ നടക്കുക. സ്പോണ്ടാനിയസ് ആയിട്ട് റിയാക്ഷൻ നടക്കും. അപ്പോൾ ഫസ്റ്റത്തെ ആ ബീക്കറിലോട്ട് നോക്കുക. സിങ്ക് സൾഫേറ്റിലാണ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ സിങ്ക് റോഡ് ആദ്യം 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയിട്ട് Zn2+ ആയി മാറും. നഷ്ടപ്പെടുമ്പോൾ 2+, 2 ഇലക്ട്രോൺ ആയതുകൊണ്ട് 2+ ചാർജ് കൊടുത്തു. Zn 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയതുകൊണ്ട് Zn2+ ആവും. പ്ലസ് 2 ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ, ആ മിസ്സായ ഇലക്ട്രോൺ താഴെ നോക്ക്. ലെഫ്റ്റ് സൈഡിൽ താഴെ ഉണ്ടാവും ആ ഇക്വേഷൻ എഴുതിയിട്ട് Zn gives Zn2+ പ്ലസ് 2 ഇലക്ട്രോൺ. സിങ്ക് സൾഫേറ്റിൽ ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ Zn റോഡ് 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയിട്ട് Zn2+ ആയി മാറും. ഈ Zn2+ ആ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലേക്കാണ്ട് പോവും. ബാക്കി ആരാ ഉള്ളത്? 2 ഇലക്ട്രോണാണുള്ളത്. ആ 2 ഇലക്ട്രോണ് ആ വയറുമ്മ കൂടി സിങ്ക് റോഡുമ്മ കൂടി മേലേക്ക് കയറി പോയിട്ട് ആ വയറുമ്മ കൂടി ഇങ്ങനെ മൂവ് ചെയ്യും. ആ മെറ്റാലിക് വയർ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ മെറ്റാലിക് വയറുമ്മ കൂടി ഇങ്ങനെ മൂവ് ചെയ്യും. ആ പിക്ചറിൽ നോക്കി ഇലക്ട്രോൺ മൂവ് ചെയ്യണം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത്രയും നോക്കി വെക്കുക. അപ്പോൾ ഇവിടെ സിങ്ക് 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുകയാണ്. ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് സംഭവിച്ചത്. ലോസ് ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്നാ പറയല്? ഓക്സിഡേഷൻ എന്നാണോ റിഡക്ഷൻ എന്നാണോ പറയുക? ഓക്സിഡേഷൻ എന്നാണ് പറയുക. ലോസ് ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ അതിനെ ഓക്സിഡേഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ സംഭവിച്ചു. ഓക്സിഡേഷൻ സംഭവിക്കുന്ന ഇലക്ട്രോഡിൻ്റെ പേരെന്താണ്? ആനോഡാണ്. അപ്പോൾ സിങ്ക് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഒരു ആനോഡാണ്. അവിടെ ഓക്സിഡേഷനാണ് നടക്കുക എന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. സിങ്ക് ഇലക്ട്രോഡ് എന്താണ്? ആനോഡാണ്. ആനോഡിൽ എന്താ നടക്കുക? ഓക്സിഡേഷനാണ് നടക്കുക. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് സംഭവിക്കുന്നത്. ആനോഡിൻ്റെ ചാർജ് ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ അല്ലെങ്കിൽ ഡാനിയൽ സെല്ലിൽ നെഗറ്റീവാണ്. ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ നെഗറ്റീവാണ്. ബാക്കിയുള്ള സെല്ലുകളിലൊക്കെ പോസിറ്റീവാണ്. നിങ്ങൾ ആനോഡ് പഠിച്ചിട്ടുള്ളത്. ഇവിടെ ആനോഡിൻ്റെ ചാർജ് നെഗറ്റീവാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇങ്ങനെ ഇലക്ട്രോണ് ഇങ്ങനെ ആ വയറുമ്മ കൂടി മൂവ് ചെയ്യുകയാണ്. ഇനി സെക്കൻഡ് ബീക്കർ എടുക്കുക. സെക്കൻഡ് ബീക്കറിലുള്ള സൊല്യൂഷൻ ഏതാണ്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന് എന്താവും? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ആരൊക്കെയുണ്ട്? Cu2+ ഉണ്ട്, SO4 2- ഉണ്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ. ഈ കോപ്പർ സൾഫേറ്റിലുള്ള Cu2+ എന്ത് ചെയ്യുവെച്ചിട്ടാ? ഈ വരുന്ന നമ്മുടെ ഇതിനെ 2 ഇലക്ട്രോൺ അവിടുന്ന് മൂവ് ചെയ്ത് വരുന്നില്ലേ, ആ 2 ഇലക്ട്രോണിനെ Cu2+ ആണ്ട് അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് സ്വീകരിക്കും? Cu2+ Cu ആയി മാറും. റൈറ്റ് സൈഡിൽ അത് ഇക്വേഷൻ എഴുതിയാണ്. Cu2+ പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് Cu. അപ്പോൾ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തതുകൊണ്ട് അതെന്ത് റിയാക്ഷനാണ്? റിഡക്ഷനാണ്. റിഡക്ഷൻ നടക്കുന്നത് കാഥോഡിലാണ്. അപ്പോൾ കോപ്പർ ഇലക്ട്രോഡ് എന്താണ്? ഒരു കാഥോഡാണ്. കാഥോഡിൻ്റെ ചാർജ് പോസിറ്റീവാണ്. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഇവിടെ എന്തേ പഠിച്ചത്? ലെഫ്റ്റ് സൈഡിൽ സിങ്ക് 2 ഇലക്ട്രോണിനെ മിസ് ചെയ്തിട്ട് Zn2+ ആയി. ആ ബാക്കിയുള്ള 2 ഇലക്ട്രോൺ വയറുമ്മ കൂടി പോയിട്ട് സൊല്യൂഷനിലുള്ള Cu2+ ആ 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് Cu ആയി മാറിയിട്ട് ഈ കോപ്പർ ഇലക്ട്രോഡും അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യും. ഇത്രയാണ് ഇവിടെ നടന്നത്. ഇപ്പം നീ ചോദിക്കും ഇവിടെ എവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടായി എന്ന്. കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ റിഡോക്സ് റിയാക്ഷൻ നടന്നു. ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, റിഡക്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ എന്തെന്ന് വിളിക്കാം? നമുക്ക് റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കാം. റിഡോക്സ് റിയാക്ഷൻ നടന്നു. ഇനി ചോദിക്കും എവിടെ ഇലക്ട്രിക്കൽ എനർജി ഉണ്ടായി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തത് എങ്ങനെയെന്ന് ചോദിക്കാം. അപ്പോൾ ഇവിടെ എന്താണ് ഇലക്ട്രിസിറ്റി എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തത്? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തത് അവിടെ ആ വയർമൊക്കെ നോക്കി ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. എവിടെ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യും എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടായി, അതുകൊണ്ട് തന്നെ എന്തുണ്ടായി? ഇലക്ട്രിസിറ്റിയും ഉണ്ടായി. ഇത്രയാണ് ഡാനിയൽ സെല്ലിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്. ഇതിൻ്റെ ഒരു നെറ്റ് റിയാക്ഷനാണ് അവിടെ എഴുതിയിട്ടുള്ളത്. Zn പ്ലസ് Cu2+ ഗീവ് Zn2+ പ്ലസ് Cu. ഇതൊന്നുകൂടി ആ നെറ്റ് റിയാക്ഷൻ എങ്ങനെ വന്നെന്നുള്ളത് പറഞ്ഞുതരാം. നോക്കൂ, ഓക്സിഡേഷൻ ഹാഫ് എന്ന് പറഞ്ഞത് ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോഡ്
Zn ആദ്യം 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയിട്ട് Zn2+ ആയി പ്ലസ് 2 ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ ലോസ് ചെയ്ത് 2 ഇലക്ട്രോൺ. ഇനി മറ്റേ ഹാഫിൽ എന്താ നടക്കുന്നത്, റിഡക്ഷൻ ഹാഫ് എന്നാണ് വിളിക്കുക. അവിടെ കോപ്പർ സൾഫേറ്റുള്ള Cu2+ ഇവിടുന്ന് വരുന്ന 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് Cu ആയി മാറി. ആ റിയാക്ഷനും അവിടെ എഴുതി. ഇനി ഇതിന് രണ്ടിനും കൂടി സമ്മ ചെയ്ത് എഴുതുന്നതാണ്. സമ്മ ചെയ്ത് എഴുതിയാണ് സെൽ റിയാക്ഷൻ അല്ലെങ്കിൽ നെറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. സമ്മ ചെയ്ത് എഴുതിയതാണ്. അപ്പോൾ ആദ്യം ലെഫ്റ്റ് സൈഡിനുള്ളതിനെ ആഡ് ചെയ്തു, ദെൻ റൈറ്റ് സൈഡിനുള്ളതിനെ ആഡ് ചെയ്തു. 2 ഓപ്പോസിറ്റ് സൈഡിലുള്ള ആരെങ്കിലും കോമൺ ആയിട്ടുണ്ടെങ്കിൽ അവരെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ നെറ്റായിട്ട് കിട്ടിയത് എന്താണ്, Zn + Cu2+ gives Zn2+ + Cu. ഇതാണ് ഈ ഡാനിയൽ സെല്ലിൻ്റെ സെൽ റിയാക്ഷൻ അല്ലെങ്കിൽ നെറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഗാൽവാനിക് സെല്ലിലെ ഹാഫ് സെൽ ഇൻ വിച്ച് ഓക്സിഡേഷൻ ടേക്ക് പ്ലേസ് ഈസ് കോൾഡ് ആനോഡ് ആൻഡ് ഇറ്റ് ഹാസ് എ നെഗറ്റീവ് പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്റ്റ് ടു ദ സൊല്യൂഷൻ. ഗാൽവാനിക് സെല്ലിൽ ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോഡിനെ ആനോഡ് എന്നോ അതിന് നെഗറ്റീവ് ചാർജ് എന്നാണ് പറയുക. ആൻഡ് അതർ ഹാഫ് സെൽ വിച്ച് റിഡക്ഷൻ ടേക്ക് പ്ലേസ് ഈസ് കോൾഡ് കാഥോഡ് ആൻഡ് ഇറ്റ് ഹാസ് എ പോസിറ്റീവ് പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ദ സൊല്യൂഷൻ. മറ്റേ റൈറ്റ് സൈഡിലുള്ള ആളെ റിഡക്ഷൻ നടക്കുകയാണ് അവിടെ ചെയ്യുന്നത്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ്, ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കാഥോഡാണ്. കാഥോഡിൻ്റെ ചാർജ് പോസിറ്റീവാണ് എന്നാണ് പറയുന്നത്. ഇനി സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഒരു ആളെ പറഞ്ഞു. എന്താണ്, 2 സൊല്യൂഷനുകൾ തമ്മിൽ ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള ഒരു യു ഷേപ്പ് ട്യൂബാണ് സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞത്. ഈ യു ഷേപ്പ് ട്യൂബിൽ ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള KClO, KNO3 അല്ലെങ്കിൽ അമോണിയം ക്ലോറൈഡ് പോലുള്ള ആളുകൾ ആണുള്ളത്. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് അലൗസ് ദ ഫ്ലോ ഓഫ് കറണ്ട് ബൈ കംപ്ലീറ്റിംഗ് ദ സർക്യൂട്ട്. കറണ്ടിൻ്റെ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഈ സോൾട്ട് ബ്രിഡ്ജ് കൂടി വേണം. അപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഈ കറണ്ടിൻ്റെ ഫ്ലോനെ അനുവദിക്കാൻ ഈ സോൾട്ട് ബ്രിഡ്ജ് കൂടിയേ തീരുള്ളൂ. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ പ്ലസും മൈനസും തമ്മിൽ അവർ ന്യൂട്രലാക്കുന്ന, അനുപാതം ശരിയാക്കുന്ന ഒരു റോള് കൂടി ആർക്കുണ്ട്, ഈ സോൾട്ട് ബ്രിഡ്ജിന്, യു ഷേപ്പ് ട്യൂബായിട്ടുള്ള സോൾട്ട് ബ്രിഡ്ജിന് ഉണ്ട്. ഈ ഡാനിയൽ സെല്ല് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക എന്ന എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഡാനിയൽ സെല്ലല്ല, വേറെ ഏത് സെല്ലാണെങ്കിലും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. റെപ്രസെൻ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ സാധാരണ വിചാരിക്കും നിങ്ങൾ അത് പിക്ചർ വരച്ചു വെക്കുകയെന്ന്. അങ്ങനെയല്ല, അതൊരു റെപ്രസെൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു രീതി തന്നെ ഉണ്ട്. ആ രീതിൻ്റെ കുറച്ച് മെത്തേഡ്സാണ് ആ പറയുന്നത്. ഒന്നാമത്തെ എന്താണ്, ദ ആനോഡ് ഈസ് കെപ്റ്റ് ഓൺ ദ ലെഫ്റ്റ് ആൻഡ് ദ കാഥോഡ് ഓൺ ദ റൈറ്റ്. ആനോഡ് ഏതാണോ, ഒരു സെൽ റിയാക്ഷൻ തന്നാൽ അതിൽ ആനോഡ് ഏതാണോ ആനോഡ് ലെഫ്റ്റിൽ എഴുതണം, റൈറ്റ് സൈഡിൽ കാഥോഡ് എഴുതണം. ഓക്കെ. രണ്ടാമത്തെ പറയുന്നത് ആനോഡ് മെറ്റൽ ഈസ് റെപ്രസെൻറ്റഡ് ഫസ്റ്റ് ഫോളോഡ് ബൈ മെറ്റൽ അയോൺ. അപ്പോൾ ആദ്യം പറഞ്ഞ ആനോഡ് ലെഫ്റ്റിൽ എഴുതണം എന്ന് പറഞ്ഞു. ഇനി ആ ലെഫ്റ്റിൽ എഴുതുന്ന ആനോഡിൽ തന്നെ ആനോഡിൻ്റെ മെറ്റലാണ് ആദ്യം റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. പിന്നെ എന്ത് ചെയ്യണം, അതിൻ്റെ മെറ്റൽ അയോൺ റെപ്രസെൻ്റ് ചെയ്യണം. ഇനി ഇൻ കാഥോഡ് മെറ്റൽ അയോൺ ഈസ് റെപ്രസെൻറ്റഡ് ഫസ്റ്റ് ഫോളോഡ് ബൈ മെറ്റൽ. ഇനി കാഥോഡിൻ്റെ റൈറ്റ് സൈഡിൽ കാഥോഡ് എഴുതുക എന്ന് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു. ഈ കാഥോഡ് എഴുതുമ്പോൾ കാഥോഡിൻ്റെ മെറ്റൽ അയൺ ആണ് ആദ്യം എഴുതേണ്ടത്, പിന്നെയാണ് മെറ്റൽ എഴുതേണ്ടത്. ഇനി ഈ മെറ്റലും മെറ്റൽ അയോണും തമ്മിൽ പുട്ട് എ വെർട്ടിക്കൽ ലൈൻ ബിറ്റ്വീൻ മെറ്റൽ ആൻഡ് മെറ്റൽ അയോൺ. മെറ്റലും മെറ്റൽ അയോണും തമ്മിൽ ഒരു വെർട്ടിക്കൽ ലൈൻ ഇടണം. അതിന് ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സോൾട്ട് ബ്രിഡ്ജ് ഡബിൾ വെർട്ടിക്കൽ ലൈനായിട്ട് കാണിക്കണം. ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മളൊരു എക്സാമ്പിൾ ആദ്യം ഡാനിയൽ സെല്ലിൻ്റെ എക്സാമ്പിൾ തന്നെ വെച്ച് പറയാം. ഇതിൽ നോക്കൂ, ഡാനിയൽ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ആദ്യം എഴുതിയിരിക്കുന്ന റിയാക്ഷൻ എന്താ, Zn + Cu2+ gives Zn2+ + Cu എന്ന് പറഞ്ഞാൽ ഡാനിയൽ സെല്ലിൻ്റെ നെറ്റ് റിയാക്ഷനാണ് എഴുതിയിട്ടുള്ളത്. ഇനി നമ്മൾ അതിൻ്റെ ഓക്സിഡേഷൻ ഹാഫും റിഡക്ഷൻ ഹാഫ് റിയാക്ഷനും എഴുതാൻ നമുക്കറിയാം. നമ്മൾ നേരത്തെ പഠിച്ചു. Zn gives Zn2+ + 2 ഇലക്ട്രോൺ ആൻഡ് Cu2+ + 2 ഇലക്ട്രോൺ gives Cu. ഇതാണ് 2 ഹാഫിലുള്ള 2 സെല്ലിലുള്ള 2 ബീക്കറിലായിട്ട് നിങ്ങൾ നടന്ന ആ റിയാക്ഷനാണ് അവിടെ എഴുതിയത്. ഓക്സിഡേഷൻ ഹാഫും റിഡക്ഷൻ ഹാഫും അതിൻ്റെ നെറ്റ് റിയാക്ഷനാണ് ഏറ്റവും ടോപ്പിൽ എഴുതിയിട്ടുള്ളത്. ഇനി ഇതിനെങ്ങനെ സെല്ലിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ നോക്ക്.
ആദ്യം ഞാൻ പറഞ്ഞിരുന്നു, റൂളിൽ ഫസ്റ്റ് പറഞ്ഞിരുന്നു, ആനോഡിനെ ലെഫ്റ്റിൽ എഴുതണം, റൈറ്റിൽ കാഥോഡിന് എഴുതണം. ഒരു ആ റെപ്രസെൻറ്റേഷനിലേക്ക് നോക്കൂ, രണ്ട് വേർട്ടിക്കൽ ലൈന് കാണുന്നില്ലേ? അതിൻ്റെ ഇപ്പുറമുള്ളത് എന്താണ്? ZN പാർട്ടാണ്. മറ്റേ ഭാഗമുള്ളത് ലെഫ്റ്റ് സൈഡിലുള്ളത് ZN പാർട്ടും റൈറ്റ് സൈഡിലുള്ളത് കോപ്പർ പാർട്ടുമാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ളത് എന്താണ്? ZN എന്ന് പറഞ്ഞത് ആനോഡാണ്. ആനോഡിനെ ഫസ്റ്റ് എഴുതി, ലെഫ്റ്റിൽ ആനോഡിനെ എഴുതി, റൈറ്റിൽ ആരെഴുതി? കോപ്പറിനെ എഴുതി. കോപ്പർ എന്ന് പറഞ്ഞത് കാഥോഡാണ്. ഓക്കെ, അപ്പോൾ ആ ഒന്നാമത്തെ റൂൾ കഴിഞ്ഞു. ഇനി ആനോഡിൽ തന്നെ ആനോഡ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആനോഡിൻ്റെ മെറ്റൽ ആദ്യം എഴുതണം, എന്നിട്ട് എന്ത് എഴുതണം? അതിൻ്റെ മെറ്റൽ അയോൺ എഴുതണം. അപ്പോൾ ആദ്യം ZN എഴുതി, പിന്നെ അതിൻ്റെ മെറ്റൽ അയോൺ എഴുതി, Zn2+ എഴുതി. ഇവരെ തമ്മിൽ ഒരു വെർട്ടിക്കൽ ലൈനായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കാഥോഡിൻ്റെ പാർട്ടിൽ എഴുതുമ്പോൾ ആദ്യം കാഥോഡിൻ്റെ മെറ്റൽ അയോൺ ആണ് എഴുതേണ്ടത്, പിന്നെയാണ് ആരെ എഴുതേണ്ടത്? മെറ്റലിനെ എഴുതേണ്ടത്. അപ്പം മെറ്റൽ അയോൺ Cu2+ ആണ്. അതിൻ്റെ ശേഷം അതിൻ്റെ മെറ്റൽ എഴുതി Cu. ഇവർ തമ്മിൽ ഒരു വെർട്ടിക്കൽ ലൈൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തു. ഇനി ആനോഡും കാഥോഡും തമ്മിൽ ഒരു ഡബിൾ വെർട്ടിക്കൽ ലൈൻ വെച്ച് കൊടുത്തു. അതാരാണ് ഇൻഡിക്കേറ്റർ? ഡബിൾ വെർട്ടിക്കൽ ലൈന് സോൾട്ട് ബ്രിഡ്ജിനെ ഇൻഡിക്കേറ്റ് ചെയ്യുക. അപ്പോൾ സെൽ റെപ്രസെൻറ്റേഷനിലേക്ക് നോക്ക്. ZN ആദ്യം Zn2+ ആയി. ഈ Zn2+ ആയതിനു ശേഷം Cu2+ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് എന്തായി മാറി? Cu ആയി മാറി. ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡാനിയൽ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷനൊക്കെ ചോദിക്കാം. അപ്പോൾ ഈ ഡാനിയൽ സെല്ല് തറയായിട്ട് നന്നായിട്ട് ഡാനിയൽ സെല്ലിനെ കുറിച്ച് പഠിച്ചു വെച്ചാൽ വേറെ ഏത് സെല്ലും നിങ്ങൾക്ക് പറയാൻ പറ്റും. ഒരു പുതിയൊരു ടേം ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പരിചയപ്പെടാം. ഇപ്പോൾ നമ്മൾ ഡാനിയൽ സെല്ലിനെ എടുക്കുക. ഡാനിയൽ സെല്ലിൽ ലെഫ്റ്റ് സൈഡിൽ സിങ്ക് സൾഫേറ്റിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിങ്കിന് എന്ത് ടെൻഡൻസിയാണുള്ളത്? ഇലക്ട്രോണിനെ ലോസ് ചെയ്യാനുള്ള ടെൻഡൻസിയാണുള്ളത്. കോപ്പറിന് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസിയാണുള്ളത്. എങ്ങനെ ഇരിക്കുമ്പോൾ? ആ മെറ്റൽ അതിൻ്റെ തന്നെ അയേണുള്ള സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചപ്പോൾ, അതായത് സിങ്ക് സൾഫേറ്റിലാണ് ഡിപ്പ് ചെയ്ത് വെച്ചത്. സിങ്കിൻ്റെ അയേണുള്ള സിങ്ക് സൾഫേറ്റിൽ തന്നെ ഡിപ്പ് ചെയ്ത് വെച്ചു. അതേമാതിരി കോപ്പർ ആണെങ്കിൽ കോപ്പർ സൾഫേറ്റിലാണ് ഡിപ്പ് ചെയ്ത് വെച്ചത്. കോപ്പറിൻ്റെ അയണുള്ള കോപ്പർ സൾഫേറ്റിൽ തന്നെ ഡിപ്പ് ചെയ്ത് വെച്ചപ്പോൾ ആ മെറ്റൽസിന് എന്തുണ്ട്? ഇലക്ട്രോണിനെ ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുക. The tendency of metal to lose or gain electron when it is in contact with its own solution. അതിൻ്റെ തന്നെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ അല്ലെങ്കിൽ ആ കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ക്യാപിറ്റൽ E എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യൽ. ഇനി അതിനെ വേറൊരു ഡെഫിനിഷൻ രീതിയിൽ പറയാം. അതായത് അപ്പോൾ സിങ്ക് സൾഫേറ്റിൽ ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ സിങ്ക് സൾഫേറ്റ് എന്നുള്ള ഇലക്ട്രോലൈറ്റും സിങ്കും തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും, ഒരു ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെടും, ഒരു പൊട്ടൻഷ്യൽ അവിടെ ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ബിറ്റ്വീൻ ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് കോൾഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ 2 ടൈപ്പ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ടാവൂലേ? ഒന്ന് ലെഫ്റ്റിൽ നടക്കുന്ന ഡാനിയൽ സെല്ലാണ് കേട്ടോ പറയണത്. അതിലൊന്ന് ലെഫ്റ്റിൽ സിങ്കിൽ നടക്കുക ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ടാവും. ആ സിങ്കും ആ സിങ്ക് സൾഫേറ്റ് എന്നുള്ള സൊല്യൂഷനും തമ്മിലുള്ള ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അത് ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ്. റൈറ്റ് സൈഡിലാണെങ്കിലോ ആ കോപ്പർ ഇലക്ട്രോഡും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും തമ്മിൽ എന്തുണ്ടാവും? ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ടാവും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുന്ന ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ടാവും. അപ്പോൾ 2 ടൈപ്പ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഡാനിയൽ സെല്ലിൽ തന്നെ ഉണ്ട്. അപ്പം നമ്മൾ ഈ സിങ്കിൻ്റെ ഭാഗത്ത്, ലെഫ്റ്റ് സൈഡിലുള്ള സിങ്കിൻ്റെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് എന്താ നടക്കുന്നത്? ഓക്സിഡേഷനാണ് നടക്കുന്നത്. അതുകൊണ്ട് അതിനെ എന്തെന്ന് വിളിക്കുക? ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്നാണ് വിളിക്കുക. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. ഇനി റൈറ്റ് സൈഡിൽ കോപ്പറിൻ്റെ സൈഡിൽ റിഡക്ഷനാണ് നടക്കുന്നത്. അതുകൊണ്ട് ആ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. ഓക്കെ, IUPAC പ്രകാരം റിഡക്ഷൻ പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയൽ. റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാക്കി കണക്കാക്കാറ്.
അതായത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ റിഡക്ഷൻ പൊട്ടൻഷ്യലിലാണ് കൂടുതലുണ്ടാവുക എന്നർത്ഥം. അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് മെറ്റൽ ടു ലോസ് ഓർ ഗെയിൻ ഇലക്ട്രോൺ വെൻ ഇറ്റ് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ഇറ്റ്സ് ഓൺ സൊല്യൂഷൻ. Otherwise, we can define a potential difference developed between electrode and electrolyte, which is called electrode potential. Standard electrode potential E0. ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ ക്യാപിറ്റൽ ഇ എന്നുള്ള ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യും. 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡാണ്. മുകളിൽ സ്റ്റാൻഡേർഡ്. എന്താണ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞത് നമ്മൾ തെർമോഡൈനാമിക്സിലൊക്കെ ഒരുപാട് പഠിച്ചതാണ് ഫസ്റ്റ് ഇയറിൽ. അപ്പോൾ ഇവിടെ എല്ലാ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന എല്ലാ സ്പീഷീസിൻ്റെയും കോൺസെൻട്രേഷൻ യൂണിറ്റി ആണെങ്കിൽ, ഒന്നാണ് എങ്കിൽ, കോൺസെൻട്രേഷൻ ഒന്നാണ് എങ്കിൽ അതിനെ ആ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ E0 എന്ന് റെപ്രസെൻ്റ് ചെയ്യും. വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ഓൾ ദ സ്പീഷീസ് ഇൻവോൾവ്ഡ് ഇൻ എ ഹാഫ് സെൽ ഈസ് യൂണിറ്റി, ദെൻ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈസ് നോൺ ആസ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ 2 ടൈപ്പ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഡാനിയൽ സെല്ലിൻ്റെ കേസാണെങ്കിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും റിഡക്ഷൻ പൊട്ടൻഷ്യലും ഇലക്ട്രോഡ് പൊട്ടൻഷ്യലായിട്ട് കിട്ടി. അതിൽ റിഡക്ഷൻ പൊട്ടൻഷ്യലിനെയാണ് IUPAC ഇലക്ട്രോഡ് പൊട്ടൻഷ്യലായിട്ട് നിർത്തിയിട്ടുള്ളത്. ഓക്കെ, ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ 2 പൊട്ടൻഷ്യൽ, ലെഫ്റ്റിലും റൈറ്റിലും 2 പൊട്ടൻഷ്യലുണ്ട്. ഈ 2 പൊട്ടൻഷ്യലും തമ്മിലുള്ള ആ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞത്. എന്താണ് അപ്പോൾ എന്താണ്? ദ സെൽ പൊട്ടൻഷ്യൽ ഈസ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് ആൻഡ് ആനോഡ്. കാഥോഡിൻ്റെയും ആനോഡിൻ്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തമ്മിലുള്ള ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് സെൽ പൊട്ടൻഷ്യൽ. സെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ദ സെൽ പൊട്ടൻഷ്യൽ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് ആൻഡ് ആനോഡ്. ശ്രദ്ധിക്കണം, കാഥോഡ് മൈനസ് ആനോഡാണ്. ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണ് ഈ സെൽ എന്ന് പറഞ്ഞത്. ഈ സെൽ എന്ന് പറഞ്ഞാൽ സെൽ പൊട്ടൻഷ്യൽ. ഈ സെൽ എന്ന് പറഞ്ഞാൽ സെൽ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. എന്തുകൊണ്ടാണ് ഈ ആനോഡ് മൈനസ് ഈ കാഥോഡ് എന്ന് പറയാഞ്ഞേ? കാരണം എന്താണ്? ഈ കാഥോഡാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു. അതിനെയാണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലായിട്ട് കൺസിഡർ ചെയ്യുക എന്ന് പറഞ്ഞു. അതാണ്, ആ വാല്യൂ ആണ് കൂടുതൽ. അപ്പോൾ വലുതെന്ന് ചെറുത് കൊടുക്കുക ആ ഡിഫറൻസ്. അപ്പോൾ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്, ഈ സെൽ ഈസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. ഇതിനെ സെൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് EMF എന്നുകൂടി പറയാം. അതിൽ കറണ്ടൊന്നും പാസ് ചെയ്തിട്ടില്ലെങ്കിൽ EMF എന്നുകൂടി പറയാൻ പറ്റും. അപ്പോൾ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ദ സെൽ പൊട്ടൻഷ്യൽ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് ആൻഡ് ആനോഡ്. സെൽ പൊട്ടൻഷ്യൽ എഴുതിയത് നോക്കൂ. ഈ സെൽ ഈസ് ഈക്വൽ ടു ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ്. എന്താ അങ്ങനെ എഴുതിയേ? ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ് എന്ന്. റൈറ്റിലുള്ള ആരാണ്? കോപ്പറാണോ? ഡാനിയൽ സെല്ലിൻ്റെ കേസിൽ കോപ്പർ അല്ലായിരുന്നോ? കോപ്പർ എന്ന് പറഞ്ഞത് കാഥോഡ് അല്ലായിരുന്നോ? അതുകൊണ്ടാണ് അതിനെ ഈ റൈറ്റ് എന്ന് എഴുതിയത്. ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ്. ലെഫ്റ്റിൽ സിങ്ക് എന്ന് പറഞ്ഞാൽ ആനോഡ്. അപ്പോൾ അല്ലെങ്കിൽ ഈ സെൽ ഈസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. ഓക്കെ, ഇതാണ് അതിൻ്റെ സെൽ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ. ഈ സെൽ ഈസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് ഓർ ഈ സെൽ ഈസ് ഈക്വൽ ടു ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ്. ഇനി ഇവിടെ ശ്രദ്ധിച്ച് നോക്ക്, ഒരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. Cu plus 2Ag plus gives Cu2 plus 2Ag. ഇങ്ങനെ റിയാക്ഷൻ തന്നിട്ട് നിങ്ങളോട് ഹാഫ് സെൽ റിയാക്ഷനും സെൽ റെപ്രസെൻറ്റേഷനും ഒക്കെ എഴുതാൻ പറയുകയാണെങ്കിൽ എങ്ങനെ എഴുതുക? അവിടെ നോക്ക്, ആ നെറ്റ് റിയാക്ഷനാണ് നിങ്ങൾക്ക് സെൽ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത്. നമുക്കറിയാമല്ലോ ഡാനിയൽ സെല്ലിൻ്റെ കേസിൽ നെറ്റ് റിയാക്ഷൻ നമ്മൾ ഇലക്ട്രോണൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് എഴുതിയത് ഓർമ്മയില്ലേ? ഇപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞത്. അങ്ങനെയുള്ളൊരു നെറ്റ് റിയാക്ഷൻ അവിടെ എഴുതിയാണ്. ഇതിനെ നമ്മൾ 2 ഹാഫ് റിയാക്ഷനായിട്ട് വേർതിരിച്ചെഴുതണം. എന്നിട്ട് സെല്ല് റെപ്രസെൻറ്റും ചെയ്യണം. അപ്പോൾ എങ്ങനെ നോക്ക്, ആദ്യം എഴുതിയിരിക്കുന്ന Cu എന്തായിരിക്കും? ആനോഡായിരിക്കും. അപ്പോൾ നിങ്ങളിത് എന്തിനായിട്ട് കമ്പയർ ചെയ്യണം? ഡാനിയൽ സെല്ലുമായിട്ട് കമ്പയർ ചെയ്യുക. Zn ആയിരുന്നു അവിടെ എഴുതിയിരുന്നത്. അപ്പോൾ Zn ആനോഡായിരുന്നു.
അപ്പോൾ ഇവിടെ സി യു എന്താണ്? ആനോഡാണ്. സി യു എന്ന് പറഞ്ഞാൽ ആനോഡ്. ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ. അപ്പോൾ അവിടെ എന്താ നടക്കുക? സി യു ഗീവ്സ് Cu2++2 ഇലക്ട്രോൺ. അത് കൺഫ്യൂഷൻ ഇല്ലാതെ എഴുതി. ഇനി അടുത്ത റിയാക്ഷനിൽ ആരാ ഉള്ളത്? Cu2+ൻ്റെ സ്ഥാനത്ത് 2Ag+ ആണുള്ളത് അല്ലേ? അപ്പോൾ എന്താവും? 2Ag++2 ഇലക്ട്രോൺ ഗീവ്സ് 2Ag. അതാണ് കാഥോഡ് റിയാക്ഷൻ, കാഥോഡിലുള്ള റിഡക്ഷൻ റിയാക്ഷൻ. ഇതിന് രണ്ടും കൂടി സമ്മ ചെയ്ത് എഴുതിയ സെൽ റിയാക്ഷനാണ് ആ മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇനി സെല്ലിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക? റെപ്രസെൻ്റ് ചെയ്യുന്നത് ആനോഡിനെ ഫസ്റ്റ് എഴുതുക, ലെഫ്റ്റിൽ എഴുതുക, കാഥോഡിനെ റൈറ്റിൽ എഴുതുക. ഇവിടെ ആനോഡ് ഏതാണ്? സി യു ആണ്. സി യു എഴുതി. ആനോഡ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സി യു ഇട്ടിട്ട് അതിൻ്റെ മെറ്റൽ അയൺ ആണ് ആദ്യം എഴുതേണ്ടത്. അപ്പോൾ സി യു ബാർ, അതിൻ്റെ മെറ്റൽ അയൺ ഇതിൽ എന്താ ഉണ്ടായത്? Cu2+ ആണ്. പിന്നെ 2 വര കൊടുത്തു, അത് സോൾട്ട് ബ്രിഡ്ജാണ്. പിന്നെ കാഥോഡ് എഴുതുമ്പോൾ ആദ്യം മെറ്റൽ അയൺ ആണ് എഴുതേണ്ടത്, പിന്നെയാണ് അതിൻ്റെ മെറ്റൽ എഴുതേണ്ടത്. ഇവിടെ മെറ്റൽ അയൺ മാത്രമേ എഴുതിയിട്ടുള്ളൂ, അല്ലാതെ അതിൻ്റെ നമ്പർ 2 ഒന്നും ഇടേണ്ട ആവശ്യമില്ല സെൽ റെപ്രസെൻറ്റേഷനിൽ. Ag+Ag. അതിൻ്റെ ഇ സെല്ല് കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സെല്ല് എങ്ങനെ എഴുതേണ്ടത്? ഇ സെല്ല് ഈസിക്കൽ ടു ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ്. അപ്പോൾ ഈ റൈറ്റ് ആരാണ്? ഈ റൈറ്റിലുള്ള ആരാണ്? Ag+Ag ആണ്. അപ്പോൾ റൈറ്റിലുള്ള ആളെ എഴുതി ഈ Ag+Ag മൈനസ് ഈ ലെഫ്റ്റിലുള്ളതാരാണ്? ഈ Cu2+Cu. ഇങ്ങനെയാണ് ഈ സെല്ല് എഴുതുന്ന രീതി കൂടി. ഇനി ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം പറഞ്ഞത് ഇലക്ട്രോകെമിസ്ട്രി എന്താണെന്ന് പറഞ്ഞു. ഇലക്ട്രോകെമിസ്ട്രി പറഞ്ഞതിന് ശേഷം അതിൻ്റെ ഡാനിയൽ സെല്ലിനെ കുറിച്ച് പറഞ്ഞു. ഡാനിയൽ സെല്ലിൽ മാത്രമാണ് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. ഡാനിയൽ സെല്ലിൽ ആരൊക്കെയുണ്ട്, എങ്ങനെയൊക്കെയാണ് റിയാക്ഷൻസ് നടക്കുക എന്ന് പറഞ്ഞു. ആ റിയാക്ഷൻ സെൽ റെപ്രസെൻറ്റേഷൻ പറഞ്ഞു. ഒരു സോൾട്ട് ബ്രിഡ്ജിനെ കുറിച്ച് പറഞ്ഞു. സോൾട്ട് ബ്രിഡ്ജ് കഴിഞ്ഞതിന് ശേഷം ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പറഞ്ഞു, സെൽ പൊട്ടൻഷ്യൽ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം.